ഒരു നിമിഷം മനമുയർത്താ അൾത്താരവേദിയിലണയാ ഹൃദയങ്ങൾ പാവനമാക്ക സ്നേഹപൂജ തുടങ്ങാ. ഒരു നിമിഷം മനമുയർത്താ അൾത്താരവേദിയിലണയാ ഹൃദയങ്ങൾ പാവനമാക്ക സ്നേഹപൂജ തുടങ്ങാ. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിന്മേ തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. തിരി തെളിഞ്ഞു പൂജമണി മുഴങ്ങി കാൽവരിയാകത്തിന്മേരി തുറന്നു സ്വർഗീയ വൃന്ദം നിരന്നു. ഷാരോണിലെ പരിനീർദളമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി. ഷാരോണിലെ പരിനീർദളമായി ദാവീദിൻ സ്നേഹ സങ്കീർത്തനമായി. പവനതിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം. പവനതിലൊഴുകും പൂമണമായി പാരിന്റെ നാഥനെ എതിരേൽക്കാം. ഒരു നിമിഷം മനമുയർത്താ അൾത്താരവേദിയിലണയാ ഹൃദയങ്ങൾ പാവനമാക്ക സ്നേഹപൂജ തുടങ്ങാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നമ്മോട് പറഞ്ഞു തരിക, ഒരു കുടുംബത്തിൽ എല്ലാത്തിനും യേശു പറയുന്നവരുണ്ട്. അതേ കുടുംബത്തിൽ തന്നെ നോ പറയുന്നവരുമുണ്ട്. ഒരു കുടുംബത്തിൽ നല്ലവനെന്ന് എല്ലാവരും പറയുന്നവരുണ്ട്. ആ കുടുംബത്തിൽ തന്നെ മോശമെന്ന് പറയുന്നവൻ ഉണ്ട്. അത് ദൈവിക സാഹചര്യമാണ് കുടുംബത്തിൻ്റെ. ഒരുവൻ നല്ല വഴിക്ക് പോകുന്നുവെന്ന് നമുക്ക് തോന്നുന്നു, മറ്റൊരുവൻ മോശം വഴിക്ക് പോകുന്നുവെന്ന് നമുക്ക് തോന്നുന്നു. ഇത് മാനുഷികമായ ഒരു തോന്നലാണ്. ഇന്നത്തെ സുവിശേഷത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഒരുവനോട് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല, ഞാൻ ചെയ്യില്ല എന്നവൻ പറഞ്ഞിട്ട് അവൻ ചെയ്തു. ഇതാണ് സുവിശേഷം പറഞ്ഞത്. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോ എന്ന് പറയുന്നവനെ തള്ളിക്കളയും, യേസ് എന്ന് പറയുന്നവനെ മാറോടും ചേർത്ത്. മാതാപിതാക്കൾക്ക് നോ എന്ന് പറയുന്നവനോടും യേസ് എന്ന് പറയുന്നവനെയും ഒരുപോലെ മാറോട് ചേർത്ത് ജീവിക്കുവാനുള്ള ഒരു മനോഭാവം, ധൂർത്തപുത്രൻ അപ്പനിൽ നിന്ന് പ്രതീക്ഷിച്ച ആ മനോഭാവം എല്ലാ മക്കളും മാതാപിതാക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തോന്നുന്നതാണ് ഒരുവൻ മദ്യപാനത്തിൻ്റെയോ ലഹരിയുടെയോ പേരിൽ വഴിതെറ്റി നടക്കുന്നു. അവനെ നമ്മൾ പ്രാർത്ഥനയാലും സഹാരങ്ങളാലും നേരെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. മറ്റൊരുവൻ നല്ലവനായി ചിത്രീകരിക്കപ്പെടുന്നു, എന്നാൽ അവൻ്റെ മാനസികമായ സ്ഥിതി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എങ്കിലും അവൻ കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. ഇത് നാട്ടിലെങ്ങും നടമാടുന്ന, ഒരു കുടുംബത്തിൽ നടമാടുന്ന വലിയ കാര്യങ്ങൾ. അത് തന്നെയാണ് കർത്താവ് ഇന്നത്തെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നത്. നാം ദൈവത്തിന് മുമ്പ് എത്രമാത്രം യേസ് പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളാം, കുമ്പസാരിച്ചു കൊള്ളാം, ഇനി ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടുകയില്ല എന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ
നാം അതൊന്നും പ്രാപ്തികമാക്കിയിട്ടില്ല. ചിലരൊക്കെ പള്ളിയിൽ കയറാതെ, പ്രാർത്ഥിക്കാതെ, കുമ്പസാരിക്കാതെയൊക്കെ നടക്കുന്നു. പക്ഷെ അവർ മനഃപൂർവ്വം ആ കുമ്പസാരത്തിൻ്റെയും ആത്മീയമായ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നു. ഇവിടെ കുമ്പസാരിക്കുന്നവരും പള്ളി വരുന്നവരെ ഞാൻ മോശമായി ചിത്രീകരിക്കുകയില്ല, മറിച്ച് നമ്മളും കാക്കേണ്ട ചില ആത്മീയതയുണ്ട്. പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുകയും ചെയ്യുന്നവർ കാണിക്കേണ്ട വലിയൊരു ആത്മീയതയുണ്ട്. ആത്മീയത നമ്മൾ പുലർത്തണം. അപ്പോഴാണ് ദൈവാനുഭൂതമായി നമുക്ക് ജീവിക്കാൻ സാധിക്കും. ദൈവത്തിന് തമ്മിൽ നമ്മൾ പല കാര്യത്തിന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ദൈവം പറയുന്ന പല പ്രവർത്തനങ്ങളും നിനക്ക് മാറ്റമുണ്ടാകണം. മനസാക്ഷിയുടെ നല്ല സ്വരത്തിൻ്റെ പേരിൽ നമ്മളത് കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മാറാറില്ല. ചെയ്തോളാമെന്ന് പറഞ്ഞു നമുക്ക് സാധിക്കാതെ വരും. ഇങ്ങനെയുള്ള അന്തരീക്ഷങ്ങൾ ദൈവം വലിയ പരിഗണന കൊടുക്കുന്നില്ല. നമ്മൾ യേശു പറഞ്ഞാലും നോ പറഞ്ഞാലും ദൈവം വലിയ പരിഗണന കൊടുക്കുന്നില്ല. കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തീയത എന്ന് പറയുന്നത് എല്ലാവരെയും മാറോട് ചേർക്കുന്ന ഒരു അനുഭവമാണ്. ദൈവം നമ്മോട് എല്ലാവരോടും സ്നേഹം കാണിക്കുന്നുണ്ട്. ശിഷ്ടരുടെ മേലും ദുഷ്ടരുടെ മേലും ഒരുപോലെ മഴ വരവിന് ആഹ്ലാദിക്കാനും സന്തോഷിക്കുവാനുള്ള അവസരം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഈ നൂറ്റാണ്ട് അതിനായി നമുക്ക് ഉപയോഗിക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ബലിയോട് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരരെ, ഈ ദിവരഹസ്യം കൊണ്ടാടുന്നതിന് നാം ഏവരും യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യനായ വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനം. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവ്വശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടി, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കഴിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വാഴ്ത്തു വാർത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കഴിയണമേ. ഇതെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അധ്യയനം. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപൂർണമായി മാപ്പു നൽകുന്നതിലും കാരുണ്യം കാണിക്കുന്നതിനുമാണല്ലോ അങ്ങേ ശക്തി മഹാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നതും. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപ വർധനമാക്കണമേ. അങ്ങനെ അങ്ങേ വാഗ്ദാനങ്ങളിൽ ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കാളികളായി ജീവിക്കുവാൻ അനുവദിക്കുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മൈക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ ഉത്തമമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: കർത്താവിൻ്റെ വഴി നീതിപൂർവകമല്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇസ്രയേൽ ഭവനമേ, കേൾക്കുക. എൻ്റെ വഴി നീതിപൂർവകമല്ലേ? നിങ്ങളുടെ വഴികളല്ലേ നീതിക്ക് നിരക്കാത്തത്? നീതിമാൻ തൻ്റെ നീതിമാർഗം വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ
ആ തിന്മകൾ നിമിത്തം അവൻ മരിക്കും. അവൻ ചെയ്ത അകൃത്യങ്ങൾ നിമിത്തം അവൻ മരിക്കും. ദുഷ്ടൻ താൻ പ്രവർത്തിച്ചിരുന്ന തിന്മയിൽ നിന്നും പിന്തിരിഞ്ഞ് നീതിയും ന്യായവും പാലിച്ചാൽ അവൻ തൻ്റെ ജീവൻ രക്ഷിക്കും. താൻ പ്രവർത്തിച്ചിരുന്ന തിന്മകൾ മനസ്സിലാക്കി അവയിൽ നിന്നും പിന്മാറിയതിനാൽ അവൻ തീർച്ചയായും ജീവിക്കും. അവൻ മരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, കർത്താവേ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, കർത്താവേ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവെ, പണ്ടുമുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവെ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിന് അനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവെ, കർത്താവേ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. വിശ്വസ്തതയും അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവെ, കർത്താവേ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. വിശ്വസ്തതയും അനുസ്മരിക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് അരുളി ചെയ്യുന്നു: എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പ്രധാന ആചാര്യന്മാരോടും പ്രമാണികളോടും ചോദിച്ചു: നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമനെ അടുത്തു ചെന്ന് പറഞ്ഞു: മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമൻ്റെ അടുത്ത് ചെന്ന് ഇതുതന്നെ പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്നും പറഞ്ഞു.
പിന്നീട് അവൻ മനസ്തപിച്ച് അവൻ പോയി. ഈ രണ്ടുപേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്ത വിധം അനുദപിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. സ്തുതി. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശുദ്ധനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ശീലം സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലതും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി. പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവിതാതാവും പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്നവരും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനായുള്ള ഏകജ്ഞാന സ്നാനം ഞങ്ങൾ ഏറ്റി പറയുന്നു. ഏവർക്കും പരവും ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ നിന്ന് പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് പരിമേൽപ്പിക്കപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതു നന്മയ്ക്കായി പ്രയത്നിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ആലയത്തിൽ ഒരുമിച്ച് കൂടപ്പെട്ട നമുക്ക് എല്ലാവർക്കും ദൈവത്തിന് കൃപാവരം ലഭിക്കാനായി പ്രാർത്ഥിക്കാം. കർത്താവെ, യാചിക്കുന്ന തിരുസഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ തിരുസന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകൾ പരിഗണിക്കാതെ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. നൈവേദ്യമായി ഞങ്ങളേകാ ദിവ്യമാം ബലിവേദി തന്നിൽ, നൈവേദ്യമായി ഞങ്ങളേകാ ദിവ്യമാം ബലിവേദി തന്നിൽ. കാരുണ്യരൂപ കനിവോടെ ഇന്നീ കാഴ്ചകൾ സ്വീകാര്യമാകാ, അഭിഷേകമായി വന്നു നിറയൂ. നൈവേദ്യമായി ഞങ്ങളേകാ ദിവ്യമാം ബലിവേദി തന്നിൽ. ദീപനിറവോടെ തെളിയുന്ന മാനസങ്ങൾ നിറപുഷ്പമായി സൗഗന്ധധൂപമായി സമ്പൂർണമായി നൽകുന്നിതാ. അൾത്താരയിൽ സ്വീകരിക്കൂ നൈവേദ്യമായി ഞങ്ങളേകാ ദിവ്യമാം ബലിവേദി തന്നിൽ. തിരുമുൻപിലേകുന്നു ഈ ജീവിതം, പരിപൂജ്യമാകും ഈ അൾത്താരയിൽ. അഖിലേശ്വര അലിവൂടെ നീ അർച്ചനാദ്രവ്യങ്ങൾ സ്വീകരിക്കൂ.
തിരുമുൻപിലേകുന്നു ഈ ജീവിതം, പരിപൂജ്യമാകുമീ അൾത്താരയിൽ. അഖിലേശ്വര അലിവോടെ നീ അർച്ചനാദ്രവ്യങ്ങൾ സ്വീകരിക്കൂ. നൈവേദ്യമായി ഞങ്ങളേകാം ദിവ്യമാം ബലിവേദി തന്നിൽ. നൈവേദ്യമായി ഞങ്ങളേകാം ദിവ്യമാം ബലിവേദി തന്നിൽ. കാരുണ്യരൂപ കനിവോടെ ഇന്നീ കാഴ്ചകൾ സ്വീകാര്യമാകാൻ അഭിഷേകമായി വന്നു നിറയൂ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തി പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കും അമ്മയ്ക്കും നമ്മുടെ ഇവിടുത്തെ ദിവസമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഇവരെ സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവനായ ദൈവമേ, ഞങ്ങളുടെ ഈ അർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നതും അതുവഴി സകല അനുഗ്രഹങ്ങളുടെ ഉറവിടം ഞങ്ങൾക്കായി തുറക്കപ്പെടുവാനും ഇടയാക്കുമാറാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് സോനായോമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരമാണല്ലോ. അങ്ങിൽ ഞങ്ങൾ ജീവിക്കുകയും ചരിക്കുകയും ആയിരിക്കുകയും ചെയ്യുന്നു. രൂപപ്പെട്ട ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങേ കാരുണ്യത്തിന്റെ ഫലങ്ങൾ അനുദിനം അനുഭവിക്കുക മാത്രമല്ല, ഇപ്പോൾ നിത്യതയുടെ അച്ചാരം കരുതമാക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച ആത്മാവ് വഴി അവിടുത്തെ പ്രഥമഫലങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ അവ ഞങ്ങൾക്ക് നിത്യമായ പെസഹയ ആയിരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഹകളോടൊപ്പം അങ്ങേ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും. ഹോസാന 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 ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമ. ഹോസാന 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 ഹോസാന. കർത്താവേ, സർവ വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകളും പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ടും സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്തു, പിതാവായ ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചിരുന്നു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും പിതാവായ ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചിരുന്നു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ മരുന്നവനെ അങ്ങയെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണം ഉയർപ്പ് ഓർത്തുകൊണ്ട് അങ്ങേ തിരുസന്നിധി നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാകെ തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന് രക്തത്തിന് പങ്കുചേരുന്ന ഞങ്ങളെയും പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഇരുപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദികണത്തോടും ഒത്ത സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശ കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവപിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുടെ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചത് പഠിപ്പിച്ചതനുസരിച്ച് പ്രത്യാശപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം അനുവാദം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലൻ അരുളിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യകുഞ്ഞാടിന്റെ വിരുദ്ധന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതരാകുന്നു. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എന്തൊരാനന്ദമാണിന്നു യേശു എന്നിൽ നിറയുമ്പോൾ, സന്താപമെല്ലാം മായുന്നു ഞാൻ സ്വർഗീയ നിർവൃതി പോകുന്നു. എന്തൊരാനന്ദമാണിന്നു
എന്നീശോ എന്നിൽ നിറയുമ്പോൾ സന്താപമെല്ലാം മായുന്നു ഞാൻ സ്വർഗീയ നിർവൃതി പോകുന്നു. ഞാനറിയാതെയും ചാരെ വന്നു നിനച്ചിരിക്കാതെയും മനം ഗ്രഹിച്ചു. ഞാനറിയാതെയും ചാരെ വന്നു നിനച്ചിരിക്കാതെയും മനം ഗ്രഹിച്ചു. ഒരു നോക്കിലായൻ ഇരുളകത്തി ഒരു നവ്യ സന്തോഷം ഞാനറിഞ്ഞു. ഒരു നവ്യ സന്തോഷം ഞാനറിഞ്ഞു. എന്തൊരാനന്ദമാണെന്നോ എന്നീശോ എന്നിൽ നിറയുമ്പോ സന്താപമെല്ലാം മായുന്നു ഞാൻ സ്വർഗീയ നിർവൃതി പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും നവീകരണമാകട്ടെ. അങ്ങനെ അവിടുത്തെ മരണം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ അവിടുത്തെ മഹത്വത്തിൽ കൂട്ടാവകാശികളായി തീരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സ്വർഗസിയോന്റെ ആനന്ദമേ, സ്നേഹസൂര്യന്റെ പ്രിയമാകനീ. സ്വർഗസിയോന്റെ ആനന്ദമേ, സ്നേഹസൂര്യന്റെ പ്രിയമാകനീ. താഴെ മണ്ണിൽ കേഴുവൻ കണ്ണുനീ മാറ്റേണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ.